നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണോ ഇത്? അതായത് വാതിലുകളില്ല, പൂട്ടുകളില്ല, താക്കോലുകളില്ല, ഇതൊന്നുമില്ലാത്ത ഒരു ലോകം. എവിടുന്ന്? ഇപ്പം തന്നെ വീട് പൂട്ടി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ 1000 തവണ ചിന്തിക്കും, അയ്യോ ഞാൻ ശരിക്കും പൂട്ടിയായിരുന്നു, അടുക്കളയുടെ വാതിൽ ഞാൻ കുറ്റിയിട്ടായിരുന്നു, അങ്ങനെയൊക്കെ. അപ്പോഴാണ് ഈ വാതിലുകളും പൂട്ടുകളും ഒന്നുമില്ലാത്ത ഒരു ലോകത്തെ പറ്റി ചിന്തിക്കുന്നത്, അല്ലേ? എന്നാൽ അങ്ങനെ ഒരു ഗ്രാമം നമ്മുടെ ഇന്ത്യയിലുണ്ട്. അവിടെ വീടുകൾക്ക് വാതിലുകളുമില്ല, അവിടെയുള്ള ജനങ്ങൾക്ക് മനസ്സിൽ മോഷണ ഭയവുമില്ല. ഇത് എവിടെയാണെന്നല്ലേ? നമ്മുടെ മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ എന്ന ജില്ലയിൽ ശനി ഷിഗ്നാപൂർ എന്നൊരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇവിടെ വീടുകൾക്ക് വാതിലുകളില്ല. വീടുകളുടെ കാര്യമോ പോകട്ടെ, ഹോട്ടലുകൾക്കോ കടകൾക്കോ എന്തിനു പറയുന്നു, ബാങ്കുകൾക്ക് പോലും ഒരു വലിയ ലോക്ക് അവിടെ കാണാൻ സാധിക്കില്ല. എന്താണ് ഇങ്ങനെ ഈ ഗ്രാമം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വർഷം പുറകേട്ട് പോകേണ്ടി വരും. അതായത് ഒരു 300 വർഷം പുറകിലേക്ക്. അവിടെയുള്ള ഗ്രാമവാസികൾ പറയുന്നതിനനുസരിച്ച് ഈ 300 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ വലിയൊരു പ്രളയമുണ്ടായി. പ്രളയമുണ്ടായ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു തോട്ടിലേക്ക് ഒരു വലിയ കരിങ്കല്ല് ഒഴുകി വന്ന സമയത്ത് അടുത്ത് ആട് മേയ്ക്കാനായി പോയിരുന്ന ഒരാൾ ആ കരിങ്കല്ലിനെ ഒരു കമ്പ് കൊണ്ട് കുത്തി നോക്കി ഉടനെ തന്നെ വളരെയധികം ചോര ആ കരിങ്കല്ലിൽ നിന്ന് തെറിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇത് കണ്ട് ആ ഗ്രാമവാസികളൊക്കെ ഞെട്ടി. കാരണം എന്താണ്, ഒരു കരിങ്കല്ലിൽ നിന്ന് ചോര തെറിക്കുക എന്ന് പറയുന്നത് വിശ്വസനീയമായ ഒരു കാര്യമല്ലല്ലോ. അതേ ദിവസം രാത്രി അവിടുത്തെ ഗ്രാമത്തലവൻ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ആരാ വന്നതെന്നറിയുമോ? സാക്ഷാൽ ശനിദേവൻ. ആ സ്വപ്നത്തിൽ വന്ന് ശനിദേവൻ പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങളെന്ന് കണ്ടെത്തിയ ആ കരിങ്കല്ലില്ലേ, ആ തോട്ടിൽ നിന്ന് ലഭിച്ച ആ കരിങ്കല്ല്, അത് ഞാൻ തന്നെയാണ്. എനിക്ക് വസിക്കാൻ ഈ ഗ്രാമത്തിൽ ഒരു ഇടം വേണമെന്ന്. ഇത് കേട്ട ഉടൻ തന്നെ സ്വപ്നത്തിൽ ഗ്രാമത്തലവൻ തിരികെ ചോദിച്ചു, അങ്ങേ ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയാലോ? അതുകൊണ്ട് ഒരു ക്ഷേത്രം തന്നെ പണിയേണ്ടതില്ലേ എന്ന്. പക്ഷേ ശനിദേവൻ എന്താ പറഞ്ഞതെന്നറിയുമോ? എനിക്ക് ആകാശം മാത്രം മതി കൂരയായിട്ട്, കൂടാതെ ചുവരുകളുടെ സംരക്ഷണവും വേണ്ട. പിന്നെ ഈ ഗ്രാമത്തിൻ്റെ മുഴുവൻ സംരക്ഷണവും ഞാൻ തന്നെ ഏറ്റെടുത്തു കൊള്ളാമെന്ന്. ഈ കഥ കേട്ട ഉടനെ അവിടുത്തെ ഗ്രാമവാസികളും ഗ്രാമത്തലവനും എല്ലാം ചേർന്ന് ആ കരിങ്കല്ല് അവിടെ ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചു. കൂടാതെ അവരുടെ വീടുകളുടെ എല്ലാ പ്രധാന വാതിലുകളും അന്നേ ദിവസം തന്നെ അവർ ഉപേക്ഷിച്ചു. അന്ന് തൊട്ട് ഇന്ന് വരെ അവിടെ ഒരു വാതിലുകൾ പോലും ഒരു വീടുകൾക്കുമില്ല. പ്രധാന വാതിലുകൾ പണിയുന്ന സമയത്ത് ഇവർ കട്ടള വയ്ക്കാറുണ്ട്, പക്ഷേ വാതിലുകൾ ഫിറ്റ് ചെയ്യാറില്ല. പകരം കാറ്റും വെളിച്ചവും കടക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തുണി കൊണ്ടുള്ള കർട്ടൻ മാത്രമാണ് എല്ലാ വീടുകൾക്കും ഉള്ളത്. വീടുകൾക്ക് മാത്രമല്ല, കടകൾക്കും ഹോട്ടലുകൾക്കും എല്ലാം തന്നെ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ ഫോളോ ചെയ്ത് ഇപ്പോഴും അവിടെയുള്ള ആൾക്കാർ താമസിക്കുന്നുണ്ടോ എന്ന്. എന്നാൽ ഉണ്ട്. ഏറ്റവും വലിയ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ട്. 2011 യൂക്കോ ബാങ്ക് എന്ന കൊമേഴ്ഷ്യൽ ബാങ്ക് അവിടെ ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ ബിൽഡിങ്ങിനും ഇതുപോലെ തന്നെ അവരൊരു പൂട്ട് പോലും ഇട്ടിട്ടില്ല. ഇപ്പോഴും അവിടെ ഉള്ളത് ഒരു ഗ്ലാസ് ഡോറ് മാത്രം. അത് തന്നെ ഈ പറയുന്ന വളർത്തുമൃഗങ്ങളൊക്കെ തന്നെ അകത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആ ഒരു ഗ്ലാസ് ഡോറ് അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ആ ഗ്ലാസ് ഡോറിനാകട്ടെ ഒരു പൂട്ട് പോലും അവർ ഘടിപ്പിച്ചിട്ടുമില്ല. ലോകത്തിൽ ആദ്യമായി ഒരു പൂട്ട് പോലും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക്, അതായത് യൂക്കോ ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് ഈ പറയുന്ന ശനി ഷിഗ്നാപൂർ എന്ന ഗ്രാമത്തിലാണ്. വിശ്വസിക്കാനാവുന്നുണ്ടോ? ഇല്ലല്ലേ? ഇതുതന്നെയാണ് അവിടെയുള്ള ആൾക്കാർ ഫോളോ ചെയ്തു പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇങ്ങനെയുള്ള സ്ഥലത്ത് ആരും മോഷ്ടിക്കാനൊന്നും ശ്രമിക്കുന്നില്ലേ, മോഷണ ശ്രമം ഒന്നും നടക്കുന്നില്ലേ എന്നുള്ളത്. പക്ഷേ അവിടെയുള്ള ഗ്രാമവാസികൾ പറയുന്നത് ഈ സ്ഥലത്തേക്ക് ആരെങ്കിലും മോഷ്ടിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവരുടെ കാഴ്ചശക്തി നഷ്ടപ്പെടും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അദൃശ്യ ശക്തി കാരണം ഇവർക്ക് വലിയ ആപത്തുകൾ സംഭവിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു പതിറ്റാണ്ടുകളായിട്ട് ഇവിടെ യാതൊരുവിധ മോഷണ ശ്രമങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്തിനു പറയുന്നു, പോലീസ് സ്റ്റേഷൻ പോലും വളരെ ശാന്തമായിട്ടാണ് ഈ ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്നത്. ഈ ഒരു സ്ഥലം ഇങ്ങനെയുണ്ടെന്ന് വിശ്വസിക്കാൻ പാടുള്ളവർ എന്താണ് ചെയ്യേണ്ടതെന്നും കൂടി പറഞ്ഞു തരാം. എന്നെങ്കിലും മഹാരാഷ്ട്ര സന്ദർശിക്കുന്ന സമയത്ത് ശനി ഷിഗ്നാപൂർ എന്ന ഈ അത്ഭുത ഗ്രാമം കൂടി ഒന്ന് സന്ദർശിക്കുക. അപ്പോൾ മനസ്സിലാകും പൂട്ട് പോലും ഇല്ലാതെ ഇങ്ങനെ ഇവരെങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് നമുക്ക് അത്ഭുതപ്പെടാനുള്ള നേരിട്ടുള്ളൊരു അവസരമായിരിക്കും ഈ ഗ്രാമം നേരിട്ട് സന്ദർശിക്കുന്നത്. എന്താല്ലേ, സ്വന്തം നിഴലിനെ പോലും വിശ്വസിക്കാനാകാത്ത ഈ കാലത്ത് പണ്ടെങ്ങോ വന്ന് ഒരു ദൈവം പറഞ്ഞതിൻ്റെ പേരിൽ ഒരു പൂട്ട് പോലും ഇല്ലാതെ വിശ്വസിച്ച് കിടന്നുറങ്ങുന്നവരുടെ ഒരു ഗ്രാമം.
ഇനി അടുത്ത വീഡിയോയിൽ ഇതുപോലെ തന്നെ നിഗൂഢതകളും അത്ഭുതങ്ങളും നിറഞ്ഞ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.